നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നല്ലതിനാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ദോഷഫലം കൂടി ഉണ്ടെന്നാണ്. അത് ചെയ്യുന്ന വ്യക്തിക്കും അത് കിട്ടും, ദോഷത്തിൻ്റെ ഭാഗം. അത് പൂജയായാലും, പൂജ ചെയ്യുമ്പോൾ നമ്മളൊരാൾക്കൊരു കർമ്മം ചെയ്ത് കൊടുക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജികളുണ്ട്, പോസിറ്റീവ് എനർജിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജികളാണ് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ആ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മഫലം എന്ന് പറയുന്നത് ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടെന്നാണ്. എന്താണ് അഷ്ടമംഗല പ്രശ്നം, താമ്പൂല പ്രശ്നം? അനവധി വർഷങ്ങളായി ഈ ജ്യോതിഷ രംഗത്ത് പ്രവർത്തിച്ചു പോരുന്ന ശ്രീജിത്ത് പണിക്കർ സാറിന് ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് അഷ്ടമംഗലത്തെ അങ്ങനെ പറഞ്ഞത് വലിയൊരു സംഭവമായിട്ടാണ് പറയുന്നത്, വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കുന്നത്. അതിനൊരു പറയുന്നത് 12 വർഷം കൂടുമ്പോൾ അമ്പലങ്ങളിൽ പൊതുവേ നമ്മളിപ്പോൾ വെച്ച് വരുന്നുണ്ട്. എന്താണ്, അതായത് ഒരു വ്യാഴവട്ടക്കാലം എന്നാണ് നമ്മളതിന് പറയുക. ഒരു വ്യാഴം 12 രാശിയിൽ സഞ്ചരിച്ചു വരുന്ന കാലയളവിൽ നമ്മൾ വെക്കുന്നൊരു പ്രശ്നം. അങ്ങനെ തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. ക്ഷേത്രേ മൃദുജനന മംഗളമണ്ഡപാതോ എന്ന് പറയുന്ന പ്രമാണമൊക്കെ ഉണ്ട്. അതായത് ക്ഷേത്രത്തിൽ മൃതി ഉണ്ടായാൽ, അശുദ്ധികൾ വന്നാലെല്ലാം ഈ അഷ്ടമംഗല പ്രശ്നം വയ്ക്കാം. അഷ്ടമംഗലം എന്ന് പറയുന്നത് തന്നെ ഉൾപ്പെട്ടത് തന്നെയാണ് താമ്പൂലം. താമ്പൂലം പ്രശ്നം ഒറ്റയ്ക്ക് വയ്ക്കാറുണ്ട്, താമ്പൂലം മാത്രമായി കണക്കാക്കി രാശി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം. അഷ്ടമംഗലത്തിൽ എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ദിവസം, ഒന്നിൽ കൂടുതൽ ജ്യോത്സ്യന്മാർ 4 ദിശയിൽ നിന്ന് 4 ഭാഗത്തു നിന്ന് വരണം എന്നൊക്കെയാണ് നമ്മുടെ പരിചയക്കാരായിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുക. അതായത് നമ്മുടെ ഒരു വീട്ടിൽ പ്രശ്നം വയ്ക്കുമ്പോൾ വ്യത്യസ്തമായ സ്ഥലത്തുനിന്ന് അതിലൊരു ജ്യോത്സ്യൻ സമീപത്തുള്ള ജ്യോത്സ്യനായിരിക്കണം, നമ്മുടെ തൊട്ടടുത്തുള്ള ജ്യോത്സ്യൻ, നമ്മളറിയുന്ന ഒരു ജ്യോത്സ്യൻ. അങ്ങനെ 4 പേര് കൂടി ഇരുന്നിട്ട് വേണം ആ പ്രശ്നത്തെ ചിന്തിക്കാൻ. അത് അനേകായിരം, കാരണം ബാക്കിയെല്ലാം താമ്പൂല പ്രശ്നമായാലും ഒറ്റരാശിയായാലും ആരൂഢരോധം എന്ന് പറയുന്ന സാധനമുണ്ട്. ആരൂഢരോധം വന്നാൽ പിന്നെ ആ പ്രശ്നം നമ്മൾ പറയില്ല. അത് ഈശ്വരാധീനവും ഇല്ലെങ്കിൽ തീരെ പറയില്ല. പിന്നെ ആ വ്യക്തിക്ക് ഒരു വഴിപാട് കൊടുത്ത് ഈശ്വരാധീനം വന്നതിന് ശേഷം വേണം വീണ്ടും രാശി വയ്ക്കാമെന്നാണ് പറയുക. അഷ്ടമംഗല പ്രശ്നത്തിന് മാത്രം അങ്ങനെ ഒരു പ്രശ്നമില്ല. ആരൂഢരോധം എന്ന്, അല്ലെങ്കിൽ ആരൂഢം തടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല. കാരണം ആരൂഢം തടഞ്ഞു ആരൂഢസ്ഥ ധനസ്ഥാനേ, അത് ആരൂഢവും ഉദയം തമ്മിൽ ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ആരൂഢം തടുക്കുക എന്നാണ്. ഈ ആരൂഢരോധം അഷ്ടമംഗലത്തിന് വരണില്ല. കാരണം അനേകായിരം ഒരു വീട്ടിലേക്ക് കയറുന്ന ഫ്രണ്ടും ബാക്കും വാതിൽ പോലെയല്ല അഷ്ടമംഗലം. അനേകായിരം വാതിലുകൾ അതിനകത്തുണ്ട്. അതിലൂടെ ഏതിലെങ്കിലും ആ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. അതാണ് അഷ്ടമംഗലം. ബൃഹത്തായൊരു ചിന്താ പദ്ധതിയാണത്. 3-4 ജ്യോത്സ്യന്മാർ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിരുന്ന് വ്യത്യസ്തമായ രീതിയിൽ, അതിൽ ഒരാൾ തർക്കിക്കാനും വേണമെന്ന്. അതായത് ഞാനൊരു ജ്യോത്സ്യം ഫലം പറയുമ്പോൾ അതല്ല, ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കാനും. അതിനാണ് നമ്മൾ നാട്ടിലൊരു ജ്യോത്സ്യനെ കൊണ്ടുവരുത്തുന്നത്. നമ്മുടെ കാലഘട്ടത്തെയും സ്ഥലത്തെയും നമ്മളെ അറിയുന്ന ഒരാളായിരിക്കണം. പിന്നെ ജ്യോത്സ്യനോട് ചിലപ്പോൾ ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ആ ഗൃഹനാഥന് ചോദിക്കാൻ പേടിയുണ്ടാവും. ഇങ്ങനെയാണോ ചോദിക്കാൻ പേടിയുണ്ടാവും. അപ്പം നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ജ്യോത്സ്യൻ നാട്ടിൽ നിന്നും വേണം, നമ്മളറിയുന്ന ഒരാളും കൂടി വേണം. അങ്ങനെയുള്ള ഒരു 4 പേര് ചേർന്ന്, 4 അതിലധികമോ, ഇപ്പോൾ ഗുരുവായൂരോ മറ്റു വലിയ വലിയ അമ്പലങ്ങളിലാകുമ്പോൾ അനവധി ജ്യോത്സ്യന്മാർ ചേർന്നാണ് പറയുക. ഇപ്പോൾ അത് അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു പദ്ധതിയാണ് അഷ്ടമംഗലം. ഇതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ എന്ന് പറയുന്നത് അഷ്ടമംഗല സംഖ്യ എടുക്കുന്നതാണ്. അതൊരു 8 കവടി വീതം മാറ്റി അഷ്ടമംഗല സംഖ്യ എടുക്കും. പക്ഷേ ഈ സ്വർണം വെക്കുന്നത്, ഇതൊരു സ്വർണം വയ്ക്കും. ഒരു ഗൃഹത്തിൽ ചെല്ലുമ്പോൾ നമ്മളത് പറഞ്ഞു, പ്രച്ഛാനർഗ മാർഗ മന്ത്രികത പ്രശ്നക്രിയ സംഭവം. അതിൽ പ്രശ്നക്രിയയിൽ വരുന്നതാണ്. ഗൃഹനാഥനെ കൊണ്ട് നമ്മൾ, അതിലിപ്പോൾ ഗൃഹനാഥൻ എന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാരണവർ എന്നുള്ള രീതിക്ക് ഒരു ചതുരം, അസ്തപ്രമാണ എന്ന് പറയും, ഒരു കൈ നീളത്തിൽ ഒരു സമചതുരം വരച്ച്, അതും ഭസ്മം കൊണ്ട് വേണമെന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത്. ആചാര്യം പറഞ്ഞു വെച്ചിന് ഭസ്മം കൊണ്ട് 16 കള്ളിയുള്ളൊരു സമചതുരം വരയ്ക്കാനാണ്. 16 കള്ളിയുള്ള ചതുർതലത്തിൽ പത്മതളം, അതായത് നടുവിൽ പത്മത്തെ താമര പോലെ 4 എതളുകൾ വരച്ച് അതിനകത്ത് ശിവനെ പൂജിച്ച് കഴിഞ്ഞ് നമ്മൾ കുട്ടിയെ കൊണ്ടാണ് ആരൂഢത്തെ എടുക്കുക. സ്വർണ്ണാരൂഢം എടുക്കുക. ഇതിൽ മാത്രമാണ് ജ്ഞാനശൂല, അതായത് ഒന്നും അറിയാത്തൊരു ബാലകൻ, ഒരു കുട്ടിയെ കൊണ്ട്, അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു മുതിർന്ന പൗരനാവും. അപ്പോൾ ഒരു കുട്ടി 10 വയസ്സ് പറയുന്ന കന്യക വേണമെന്നാണ്. കന്യക എന്ന് വെച്ചാൽ 10 വയസ്സിലോ ആണോ പെണ്ണോ, ദശവർഷ ഗതാ കന്യ എന്ന 10 വർഷമുള്ള കുട്ടിയാണ് കന്യകൻ അല്ലെങ്കിൽ കന്യക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 10 വയസ്സുള്ള കുട്ടി വേണം ആ ആരൂഢത്തെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ ജ്യോത്സ്യൻ്റെ ഡ്യൂട്ടി അഷ്ടമംഗലം പതുത്തു സംഖ്യയെ കണ്ടുപിടിക്കലും, ആ കുട്ടി എവിടെയാണോ ഈ 12 രാശികൾ നമ്മൾ ഭസ്മം കൊണ്ട് വരച്ചിരിക്കുന്ന ചതുരപത്മത്തിലിരിക്കുന്ന ഈ രാശിചക്രത്തിൽ എവിടെയാണോ ആ കുട്ടി ആ സ്വർണം കൊണ്ടുപോയി വെക്കുന്നത്, അവിടെ നിന്നാണ് ഫലം. അതാണ് അപ്പോൾ 1ാമത്തെ രാശിയായി പ്രഥമാരൂഢമായി സ്വർണ്ണാരൂഢമായി കണ്ടുകൊണ്ട് നമ്മൾ ഫലം ചിന്തിക്കുന്നത്. ആ സ്വർണത്തിന് പോലും ലക്ഷണങ്ങളുണ്ടെന്നാണ്. പിന്നെ അധോമുഖം, ഊർധമുഖം, തിര്യക്മുഖം. അപ്പോൾ അത് കമന്നിരുന്നാലും ചെരിഞ്ഞിരുന്നാലും
ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നാലും ഒക്കെ അതിനും ഫലങ്ങളുണ്ട്. അതിൽ അതിൽ തന്നെ ഈ അഷ്ടമംഗലത്തിൽ തന്നെ അപ്പോൾ ഈ കുട്ടി വെക്കുന്ന അതേ സമയത്ത് ജ്യോത്സ്യന് പൃച്ഛകൻ അല്ലെങ്കിൽ അവിടുത്തെ കാരണവർ വെറ്റിലകൾ എണ്ണാണ്ട് തരയാണ്ട് വെറ്റില തരാനാണ് പറയുക. എണ്ണാണ്ട് തരയാണ്ട് വെറ്റിലയും അടക്കയും നാണയവും തരാനാണ് പറയുന്നത്. ഈ രണ്ട് സമ്പ്രദായത്തിലും ചെയ്യണവരുണ്ട്. ആദ്യം തന്നെ ഒരു ആചാര്യ ദക്ഷിണയായിട്ട് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഞങ്ങൾ സാധാരണ എടുക്കാറ് ഈ കുട്ടി സ്വർണം വെക്കുന്ന സമയത്ത് ആ ഗൃഹനാഥനോട് അതിൽ നിന്ന് വെറ്റിലെടുത്ത് തരാനാണ് പറയാറ്. ആ സമയത്ത് തന്നെ അത് ഒരേ സമയത്ത് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങളത് കുട്ടി വെക്കുന്ന സമയത്ത് തന്നെ ഗൃഹനാഥൻ കവടി പതുക്കുന്ന ആചാര്യന് ദൈവജ്ഞന് ഈ വെറ്റില കൊടുക്കും. ഈ വെറ്റിലയെ നമ്മൾ എണ്ണി തിട്ടപ്പെടുക, അതിനൊരു കണക്കും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. താമ്പൂല സംഖ്യം ദ്വിഗുണം ശരഗ്നം സൈകം എന്ന് പറയുന്ന പ്രമാണം. താമ്പൂല സംഖ്യ ഇരട്ടിച്ചണ്ട് 5 കൊണ്ട് പെരുക്കി 1 കൂട്ടി 7 കൊണ്ട് ഹരിച്ചൊക്കെ വേണം താമ്പൂല ഗ്രഹത്തെ എടുക്കുക. അങ്ങനെ എടുക്കുന്ന ഗ്രഹം ഏത് രാശിയിൽ ഉദിച്ചു നിൽക്കുന്നു അത് താമ്പൂലാരൂഢം. അങ്ങനെ 2 ആരൂഢം കിട്ടി. പിന്നെ നമ്മൾ ആ സമയത്ത് പ്രശ്നം എടുക്കുന്ന സമയത്ത് ആരൂഢം ഉദയാരൂഢം. അത് കഴിഞ്ഞ് ചതുസ്ഫുടം, ചത്രസ്ഫുടം, പഞ്ചസ്ഫുടം, ത്രിസ്ഫുടം, സൂക്ഷ്മതിസ്ഫുടം, പ്രാണാദിത്രയ അഷ്ടമംഗലം എന്ന് പറയുന്ന കുറേ പ്രാണം മുതലായ എന്താ പറയുക, അതിന് പഞ്ചപ്രാണനാന്ന് പറയാം. ആ പഞ്ചപ്രാണസ്ഫുടങ്ങളെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ദീപലക്ഷണം, അങ്ങനെ അനവധി കാര്യങ്ങൾ, അത് അനവധി ഒരു വീട്ടിലേക്ക് കയറാനുള്ള അനവധി വാതിലുകളാണത്. അതുകൊണ്ട് തന്നെ ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചാൽ പിന്നെ വേറൊന്നും വയ്ക്കണ്ടെന്ന് പറയാം. അഷ്ടമംഗല പ്രശ്നം എന്ന ബൃഹത്തായൊരു ചിന്താപദ്ധതിയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. പ്രശ്നങ്ങളുടെ പ്രധാനി അഷ്ടമംഗലം എന്നാണ്. അഷ്ടമംഗലം വെക്കാൻ പൊതുവെ പറയുക 12 വർഷമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പണ്ട് കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന അമ്പലങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞു. അഷ്ടമംഗല പ്രശ്നം എന്ന് കേട്ടാൽ നമ്മൾ അമ്പലങ്ങളിൽ വെക്കുന്ന ഒരു സാധനമായിട്ട് കരുതി കഴിഞ്ഞു. പണ്ട് കാലത്ത് ഇത് വീടുകളിൽ അധികം വെച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. വീടുകളിലാണ് അഷ്ടമംഗല പ്രശ്നം വെച്ചിരുന്നത്. ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞു. വീടുകളിൽ ഇപ്പോൾ ഒക്കെ അഷ്ടമംഗല പ്രശ്നം ഇല്ല. ഒക്കെ അത് ഒറ്റ രാശിയും താമ്പൂല രാശിയായിട്ട് ഒതുങ്ങി. അമ്പലങ്ങളിലേക്ക് ഇത് കൂടുതലായിട്ട് അഷ്ടമംഗല പ്രശ്നം മാറി. അഷ്ടമംഗല പ്രശ്നം വെച്ചാൽ സാധാരണ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തവും സ്പഷ്ടവുമായി അറിയാൻ സാധിക്കാറുണ്ട്. അത് വിട്ടൊരു ചിന്താപദ്ധതി ഇല്ല. എല്ലാ ആരൂഢങ്ങൾ കൊണ്ടും എല്ലാ ഗ്രഹസ്ഥിതികൾ കൊണ്ടും ചിന്തിച്ചുറപ്പിക്കുകയാണത്. അനവധി ജ്യോത്സ്യന്മാർ ചിന്തിച്ചുറപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ മാത്രം കണ്ടത് ഉറപ്പിക്കുകയല്ല. ഞാൻ ഉറപ്പിക്കുന്ന കാര്യം അത് തന്നെയാണോ എന്നുള്ള മറ്റുള്ളവരും കൂടി ഉറപ്പിക്കണം. എങ്കിൽ മാത്രമാണ് അത് നമ്മൾ രേഖയാക്കുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബലോ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സാധാരണ നിലയ്ക്ക് ഇതെന്ന് പറയുന്നത് ഒരു കർമ്മഫലമുണ്ട്. നല്ലൊരു കർമ്മമാണെങ്കിൽ കൂടിയും നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിന് ഒരു ദോഷം നമ്മൾക്കുണ്ടെന്ന, പ്രത്യേകിച്ചും അഷ്ടമംഗല പ്രശ്നത്തിലൊക്കെ ഞങ്ങൾ പറയും ആചാര്യൻ്റെ 12 ത്രിസ്ഫുടോ ഗുളികനൊക്കെ വന്നു കഴിഞ്ഞാൽ ആചാര്യന് നാശം വരെ സംഭവിക്കുന്ന. അപ്പം അത്രയധികം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നല്ലതിനാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ദോഷഫലം കൂടി ഉണ്ടെന്നാണ്. അത് ചെയ്യുന്ന വ്യക്തിക്കും അത് കിട്ടും, ദോഷത്തിൻ്റെ ഭാഗം. അത് പൂജയായാലും, പൂജ പോലും അങ്ങനെ തന്നെയാണ്. പൂജ ചെയ്യുമ്പോൾ നമ്മളൊരാൾക്കൊരു കർമ്മം ചെയ്ത് കൊടുക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജികളുണ്ട്, പോസിറ്റീവ് എനർജിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജികളാണ് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ആ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മഫലം എന്ന് പറയുന്നത് ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടെന്നാണ്. ചെയ്യുന്ന വ്യക്തി എത്രയൊക്കെ നല്ലൊരു ഉപാസകനോ നല്ലൊരു കർമ്മിയോ അല്ലെങ്കിൽ അതിൻ്റെ നേർപകുതി ഫലം അവൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുപോകാം. ദുരിതം എന്ന ഇപ്പോൾ പൂജ ചെയ്യുന്ന ആളും ജ്യോത്സ്യനും നല്ല ഉപാസകനായിരിക്കും. നിത്യം ജപിച്ച് വിളക്ക് വെച്ച് ജപിച്ച് നമ്മുടെ ദുരിതഹാരം ചെയ്തുകൊണ്ടിരിക്കണം. എന്നും ജപിച്ച് നമ്മുടെ ദുരിതത്തെ കുറച്ചുകൊണ്ടിരിക്കണം. എങ്കിലും മാത്രമാണ് ഫലം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഏതൊരു പ്രശ്നത്തിലും, ജ്യോത്സ്യത്തിലായാലും പൂജയിലായാലും അഷ്ടമംഗല പ്രശ്നത്തിലൊക്കെ കൂടുതലധികം ഇടിക്കാറുണ്ട്. നമ്മുടെ ത്രിസ്ഫുടം വന്നാലൊക്കെ വളരെയധികം ആചാരദോഷമാണെന്ന് അങ്ങനെ അനുഭവമുണ്ട്. വളരെയധികം അനുഭവമുള്ളതാണത്. പല അമ്പലങ്ങളിലും പ്രശ്നം കഴിഞ്ഞാൽ 12 ഗുളികനും ത്രിസ്ഫുടമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജ്യോത്സ്യന് വളരെ ആപത്തുകൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. താമ്പൂല പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ തരത്തെക്കുറിച്ചും പറഞ്ഞതിന് നന്ദി. സന്തോഷം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.